ആദിപരാശക്തി അന്നപൂർണേശ്വരി ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടനിവേദ്യമായ പൊങ്കാല സമർപ്പണത്തിനായി എല്ലാ വിധത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു അനന്തപുരി ഭക്തലക്ഷങ്ങളും. തമ്പാനൂരിൽ നിന്ന് മിഥുൻ മുരളി കൂടി ചേരുന്നു. തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ. മിഥുൻ, ഈ തമ്പാനൂരിലെ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ ഒരു ബ്ലോക്ക് അവിടെ, ഈ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം ഭക്തരെല്ലാം ഏറ്റവും ആദ്യം എത്തുന്നതും ഒരുപക്ഷെ അടുപ്പുകൾ കൂട്ടി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതും തമ്പാനൂരാണ്. തീർച്ചയായിട്ടും അനു, അനന്തപുരിയിലേക്കുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എല്ലാം ഒരു പ്രവേശന കവാടം എന്ന് പറയാവുന്ന തമ്പാനൂർ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി 4 മണിക്കൂർ 10:30 ഭണ്ഡാര അടുപ്പിൽ തിരിതെളിക്കുന്നതോടെ ഇവിടെയും ആ ഭക്തജനങ്ങൾ കാത്തിരുന്ന ആ നിമിഷത്തിന് സാധ്യമാകും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പോട് കൂടി മണിക്കൂറുകളോളമായി, ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന ആ ഭക്തജനങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ സ്ത്രീ ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നത് ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന്റെ വൃതാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു പൂർത്തീകരണമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം അവർ നേർന്ന് അവർക്ക് ലഭ്യമായിരിക്കുന്ന ആ അനുഗ്രഹാശിസുകളുടെ, ഭക്തർ ദേവിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെയൊക്കെ ഒരു നന്ദി, അതോടൊപ്പം തന്നെ അവരുടെ അടുത്ത ആഗ്രഹ സഫലീകരണത്തിനൊക്കെ വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്, അതിനൊക്കെയുള്ള വൃതാനുഷ്ഠാനത്തോടെയുള്ള ആ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വന്നെത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവരെല്ലാം തമ്പാനൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദേവിയെ ഒരു നോക്ക് കണ്ടതിന് ശേഷം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം തമ്പാനൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തമ്പടിച്ചിരുന്ന ഭക്തജനങ്ങളാണ് ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ അർദ്ധരാത്രിയിൽ തന്നെ ഇവിടെ അടുപ്പുകൾ പൂട്ടിക്കൊണ്ട് ഈ പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ കാത്തിരുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രം, ഏകദേശം 4 മണിക്കൂറുകൾ മാത്രം. എവിടം വരെയായി ഒരുക്കങ്ങളൊക്കെ? എവിടുന്നാണ് വരുന്നത്? ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ആയി വരുന്നു. എവിടുന്നാ വരുന്നത്? കണ്ണൂര്. മലബാറിൽ നിന്ന് എത്ര ദിവസം മുമ്പ് എത്തി? ഇന്ന് രാവിലെ, അല്ല ഇന്നലെ രാവിലെ. ദേവിയെ കണ്ടോ? തൊഴുതോ? മലബാർ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ കൂട്ടമായിട്ടാണോ വന്നത്? അതോ നിങ്ങൾ? നമ്മൾ 2 പേര് മാത്രം. എവിടുന്നാ? കണ്ണൂരാമാ? ദേവിയെ കണ്ട് തൊഴുതിട്ട് ഇനിയിപ്പോ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എത്ര ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കണ്ണൂർ ഭാഗത്ത്? ഇവര് 2 ആള്, ആടെ ഒരു 12 ആളുണ്ട്. അപ്പുറം വീട്ടിലാണ്, അതൊരു വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് എപ്പോഴത്തേക്ക് എത്തി ഇവിടെ? ഈ സ്ഥാനം പിടിച്ച് നേരത്തെ സ്ഥാനം ഉറപ്പിച്ചു വെച്ചിരുന്നോ? ഇന്നലെ രാവിലെ വന്ന്. ഇന്നലെ രാത്രി തന്നെ ഈ സ്ഥാനം ഉറപ്പിച്ചു? രാത്രിയിലൂടെ തന്നെ. എവിടുന്നാണ് അമ്മയൊക്കെ വരുന്നത്? എവിടുന്നാണ് വരുന്നത്? ഞങ്ങളങ്ങ് വീട്ടിൽ നിന്ന് വരുക. പൂർത്തിയായിക്കൊണ്ടിരിക്കണം. തൊഴുതായിരുന്നോ? ക്ഷേത്രത്തിൽ പോയി തൊഴുതാറുണ്ട്. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ നിന്നൊക്കെ, സംസ്ഥാനത്തിന്റെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ മേഖലകളിൽ നിന്നൊക്കെ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ എത്തിയ ഭക്തജനങ്ങളുണ്ട്. അവരെല്ലാം തമ്പാനൂരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് റൂമുകളൊക്കെ എടുത്ത്, മുറികളൊക്കെ എടുത്ത് ഈ പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങളായിരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവരുടെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി. എവിടുന്നാണ്? തിരുവല്ല കോട്ടയം ചങ്ങന അടുത്ത തിരുവല്ല. എപ്പോഴാണ് എത്തിയത്? ഇന്നലെ രാവിലെ 9 മണിക്ക് ഇവിടെ വന്നു. ആറ്റുകാൽ പോയി, പത്മനാഭ ക്ഷേത്രത്തിൽ പോയി, പഴവങ്ങാടി പോയി, എല്ലായിടത്തും പോയി തൊഴുതിട്ടാ. കൂട്ടമായിട്ടാണ് വന്നത് അതോ ഒറ്റയ്ക്കാണോ? കുടുംബമായിട്ടാണോ? ഞാൻ ഒറ്റയ്ക്ക്. ഇവിടെ വന്നപ്പോ എല്ലാവരും ഫ്രണ്ട്സായി. എറണാകുളം. ഞങ്ങൾ ഇന്നലെ രാവിലെ എത്തി. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴത്തെത്തി? ഇവിടെ എപ്പോഴെത്തി സ്ഥലം പിടിക്കാൻ? ഞങ്ങൾ ഇവിടെ ഒരു 9:30 എത്തിയപ്പോ. ഇന്നലെ രാത്രിയിൽ രാവിലെ വന്ന് 9:30 ആയപ്പോ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചിട്ട് പിന്നീട് റൂമിൽ പോയി തിരിച്ചു തന്നു. മുൻപ് തന്നെ ഇവിടെ സ്ഥാനം പിടിച്ച ഭക്തജനങ്ങളാണ് തമ്പാനൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കാത്തിരിക്കുന്നത്. ആ മണിക്കൂറുകൾ, ഇനിയുള്ള മണിക്കൂറുകൾ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, കഴിഞ്ഞ വർഷത്തെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഒരു പൂർത്തീകരണം, അതോടൊപ്പം തന്നെ ഇനിയുള്ള അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ആ ഒരു നേർച്ചയുടെയൊക്കെ വഴിപാടൊക്കെയായിട്ട് കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലായാലും അതോടൊപ്പം തന്നെ KSRTC-യിലായാലും പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക കൗണ്ടറുകളൊക്കെ ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ മെമു സർവീസുകൾ, തിരുവനന്തപുരം, നാഗർകോവിൽ, കൊല്ലം പ്രത്യേക സ്റ്റോപ്പുകൾ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജില്ലയുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗതാഗത സൗകര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം KSRTC ആണെങ്കിൽ ഇന്ന് അധികമായിട്ട് 500 സർവീസുകളാണ് നടത്തുന്നത്. ജില്ലയ്ക്കകത്ത് 300 സർവീസുകളും അതോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്ത് 200 സർവീസുകളും നടത്തുന്നുണ്ട്. ദീർഘദൂര സർവീസുകൾ 200 സർവീസുകൾ ഇന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആരംഭിക്കുമ്പോൾ മറ്റ് 300 സർവീസുകൾ കിഴക്കാക്കോട്ടയിൽ നിന്നാണ്. ജില്ലയ്ക്ക് അകത്തുള്ള സർവീസുകൾ KSRTC സർവീസുകൾ നടത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം, നാഗർകോവിൽ, തിരുവനന്തപുരം ഡിവിഷനുകളായിട്ട് മെമു സർവീസുകൾക്ക് പ്രത്യേക സ്റ്റോപ്പുകളും അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രസന്നിധിയിലേക്കൊക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ, അഗ്നിശമന സേനയുടെ സംവിധാനങ്ങൾ, മറ്റ് ആരോഗ്യ വിഭാഗത്തിന്റെ സംവിധാനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള അവസാനവട്ട ക്രമീകരണങ്ങളെല്ലാമാണ് ഇപ്പോൾ ഈ പോലീസ് ഉന്നതാധികാരികളുടെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഷാഡോ പോലീസ് ഉണ്ട്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത ക്രമീകരണങ്ങളും രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ കൃത്യമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിലൊക്കെ രാവിലെ മുതൽ ചെറിയ രീതിയിലുള്ള വാഹന ഗതാഗത തടസ്സമൊക്കെ നേരിട്ടിരുന്നു, ബ്ലോക്കുകളൊക്കെ നേരിടുന്നുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ വാഹനങ്ങളിലുമൊക്കെയായി ഈ നഗരത്തിലേക്ക് എത്തുന്ന കാഴ്ചകളുമായിരുന്നു പുലർച്ചെ ഉള്ള സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. എപ്പോ എത്തി? ഞങ്ങള് വെള്ളിയാഴ്ച ആറ്റുകാലൊക്കെ പോയി 3 ദിവസം മുമ്പേ എത്തി. തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ആറ്റുകാൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭഗവന്മാരും എല്ലാം കണ്ട് തൊഴുതു. എത്ര പേര് കൂടിയാ വന്നത്? ഒറ്റയ്ക്കാണോ കുടുംബമായിട്ട്? 8 പേരുണ്ട്. ഒരുക്കങ്ങളൊക്കെ എവിടെ എല്ലാനും ആയി. ഞങ്ങള് നേരത്തെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ? ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റെഡിയായി, എല്ലാം തയ്യാറാക്കി. ഇനി ഭണ്ഡാരടുപ്പിൽ വിളക്ക് തിരികെ തെളിയിക്കുന്നതിനുള്ള മറ്റ് സന്നദ്ധ സംഘങ്ങളുടെ എല്ലാ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങൾ, ശുദ്ധജല വിതരണം, ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സന്നദ്ധ സംഘടനകളെല്ലാം ഈ തമ്പാനൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന, രാവിലെ മുതൽ തന്നെ സജീവമായി നിൽക്കുന്ന വിവിധ സന്നദ്ധ പ്രവർത്തകർ സജീവമായി നിൽക്കുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് മണിമല ഗീത എന്നാ എന്റെ പേര്. ഞാൻ ഈ വണ്ടിക്ക് ട്രെയിനിനെ ഇറങ്ങിയതുള്ളൂ. അപ്പൊ വന്നിറങ്ങിയപ്പോഴേ സ്ഥാനമൊക്കെ പിടിക്കാൻ പറ്റും? അടുപ്പിലൊക്കെ കിട്ടി. നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു ആരോടെങ്കിലും പരിചയം? ഈ വന്നപ്പോ ഈ ചേച്ചി എനിക്ക് ഇവിടെ തന്നതാ. ക്ഷേത്രത്തിൽ പോകണം, ദേവിയെ തൊഴണം, ക്ഷേത്രത്തിൽ പോകണം. ഒറ്റയ്ക്കാണോ വന്നത്? ഒറ്റയ്ക്കാ വന്നത്. ഞാൻ വർഷം വരാറുണ്ടോ? ഒറ്റയ്ക്കാ. ഞാൻ മകൻ തൊഴുതിട്ട് ഇങ്ങോട്ട് വന്നതാ. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാ ജില്ലകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകളെ കണ്ടു, എറണാകുളം, കോട്ടയം, അങ്ങനെ മധ്യ കേരളത്തിൽ നിന്നുള്ള ആളുകളെ കണ്ടു, തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ, കൊല്ലം ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളെ ഇങ്ങനെ ഭക്തജനങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയുള്ള ആ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ഭക്തജനങ്ങളെല്ലാം. നാളെ ഒരു യാഗശാലയായി മാറിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ എന്ന് തന്നെ പറയാം. അതിനുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള 4 മണിക്കൂറുകൾ. ആറ്റുകാൽ ക്ഷേത്ര നടയിൽ എപ്രകാരമാണ് കാഴ്ചകൾ എന്നുകൂടി അറിയേണ്ടതുണ്ട്. രശ്മി കാർത്തികയാണ് അവിടെ നിന്ന് ചേരുന്നത്. രശ്മി, ലോകാത്ഭുതം എന്ന് വീണ്ടും പറയേണ്ടി വരുന്നു. കാരണം ഇത്രയും വലിയൊരു സ്ത്രീ സംഗമം വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾ എന്ന് പലപ്പോഴും അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഇത്രയും വലിയൊരു സ്ത്രീ സംഗമം ഒരു പക്ഷേ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ്. കാരണം ഗിന്നസ് ലോക റെക്കോർഡ് നേടി എന്നത് മാത്രമല്ല, ഈ ദിവസത്തെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സായി തുല്യരായി അമ്മയ്ക്ക് മുന്നിൽ സർവം സമർപ്പിച്ച് ഒരേ രീതിയിൽ പൊങ്കാല അർപ്പിക്കുന്ന ഒരു സുദിനം കൂടിയാണ് ഇന്നത്തേത്. ഒരുപാട് പ്രത്യേകതയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരിയായ മഹാകാളി, ഭദ്രകാളി രൂപമുള്ള ദേവിക്കായുള്ള ആത്മസമർപ്പണമായി പൊങ്കാല നിവേദ്യം അർപ്പിക്കാനെത്തുന്ന ഭക്തലക്ഷങ്ങൾ, അതും സ്ത്രീകൾ. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് രശ്മി? ആദ്യമായി ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളത് വലിയ തിരക്ക്. കാരണം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ തിരക്കാണ് ഈ വർഷം നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഈ പൊങ്കാല ഇടുന്നതിന് മുന്നോടിയായി ദേവിയെ ഒരു തവണ കൂടി കാണാൻ വേണ്ടിയാണ് ഈ അമ്മമാർ ഇവിടെ നിന്ന് ഇത്രത്തോളം ക്യൂവിൽ നിന്ന്
ആ ഒരു ദേവിയെ കാണാനുള്ള ആ ഒരു തിരക്ക് അതാണ് നമുക്കിപ്പോൾ ക്ഷേത്ര പരിസരത്തൊന്നും കാണാൻ കഴിയുന്നത്. പൊങ്കാല ഇടുന്നതിന് മുന്നോടിയായി ദേവിയോട് അനുവാദം വാങ്ങിക്കുക എന്നുള്ളതാണ് ഈ അമ്മമാരുടെയൊക്കെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ വലിയ ചൂട് ക്ഷേത്ര പരിസരത്തൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് അമ്മമാർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഒരുപക്ഷെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകപ്രസിദ്ധമാണ് ആറ്റുകാൽ പൊങ്കാല. ഇത്രത്തോളം സ്ത്രീകൾ ഒരേ മനസ്സോടുകൂടി ഒത്തുചേരുന്ന ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ലോകപ്രസിദ്ധമാണ്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. 2009 25 ലക്ഷം അമ്മമാരാണ് അന്ന് പൊങ്കാലയിട്ടത്. 1997 15 ലക്ഷം അമ്മമാരായിരുന്നു പൊങ്കാലയിട്ട്. അന്നാണ് ഇതിനൊരു അടിസ്ഥാനമാകുന്നത്. പിന്നീട് 2019 4 ദശലക്ഷം പേരാണ് പൊങ്കാലയിട്ടത്. കൊറോണയുടെ ആ ഒരു സമയത്ത് മാത്രമാണ് ആ ഒരു പ്രൗഢി കുറഞ്ഞത്. പിന്നീടുള്ള ഓരോ വർഷവും കൂടുതൽ അമ്മമാരാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ആ ഒരു പുണ്യ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും ഉള്ളത്. ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും 20 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ ഒരു ഭക്തി സാന്ദ്രമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള മന്ത്രം മാത്രമാണ് ഉരുവിടുന്നത്. അത്രത്തോളം ഭക്തി നിർഭരമാണ് കാഴ്ചകൾ. 10 മണിക്കാണ് ശുദ്ധ പുണ്യാഹത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക. 10:30 ശ്രീകോവിലുള്ളിൽ നിന്നും തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടിലത്തെ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം ദീപം തെളിയിച്ച് മേൽശാന്തിക്ക് കൈമാറും. ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്കാണ് കൈമാറുക. അദ്ദേഹമാണ് തിടപ്പള്ളിയിൽ കത്തിച്ചതിനു ശേഷം പിന്നീട് പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരുക, ദീപം പകരുക. ആ സമയത്ത് ആ ഒരു അറിയിപ്പ്, കതിരയുടെ അറിയിപ്പും ചെണ്ടമേളത്തിന്റെ അറിയിപ്പും ഭക്തലക്ഷങ്ങൾക്ക് നൽകും. ആ ഒരേ സമയം യാഗശാലയായി മാറും അനന്തപുരി മുഴുവൻ. 2:30 ദീപേറ്റി ചടങ്ങ്. അതിനുശേഷം വൈകുന്നേരത്തെ 7:30 ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ചൂരൽ കുത്ത് ചടങ്ങ് നടക്കുക. അതിനുശേഷം 11 മണിക്ക് ദേവി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. പിന്നീട് പിറ്റേ ദിവസം പുലർച്ചെ 8 മണിക്കാണ് ദേവി തിരികെ മടങ്ങി എത്തുക. പിന്നീട് കുരുതി തർപ്പണത്തോടു കൂടിയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. സാധാരണ ക്ഷേത്രങ്ങളിൽ കൊടി ഉയർത്തിയാണ് ഇത്തരത്തിൽ ഉത്സവം ആരംഭിക്കുക. പക്ഷേ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദേവിയെ കാപ്പുവെട്ടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത്. 9ാം നാളായ പൂരവും പൗർണമിയും ചേരുന്ന ദിവസമാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. പിന്നീട് ഉത്രം നാളിൽ ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് സമാപനം കുറിക്കും. ഈ 10 നാളും ആ ഒരു ഭക്തി സാന്ദ്രത്തിലാണ് ആ തലസ്ഥാന നഗരം മുഴുവൻ. പല ജില്ലകളിൽ നിന്നും, അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം ഉത്സവമല്ല, എല്ലാ ജില്ലകളിൽ നിന്നും ഈ ഉത്സവം ആരംഭിക്കുന്ന ദിവസം മുതൽ തന്നെ ഇവിടെ വന്ന് തങ്ങി താമസിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും ദേവിയെ തൊഴുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി അത് കേൾക്കും, കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തെ കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. പല ഐതിഹ്യങ്ങളാണ് പറയുന്നതിൽ പ്രധാനമായും കണ്ണകി ദേവിയുടെ ചരിതം തന്നെയാണ് തോറ്റം പാട്ടുകാർ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നതും. പാടാൻ 7 മണിയോടുകൂടി ആരംഭിക്കും. അത് പാടുന്നതും ഈ കണ്ണകി ദേവിയുടെ ചരിതമാണെന്ന്. പാണ്ഡ്യരാജാവിന്റെ വധം പാടി കഴിയുന്നതോടുകൂടിയാണ് ശ്രീകോവിലുള്ളിൽ നിന്നും ദീപം തന്ത്രി കൊളുത്തിയത്. ആ ദീപം മേൽശാന്തിക്ക് കൈമാറുക. പല ചരിത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ണകി ദേവിയുടെ ചരിതം തന്നെയാണ്. കോവിലനും കണ്ണകിയും. അതിൽ പാണ്ഡ്യരാജാവ് കോവിലനെ വധിച്ചതിന്റെ കോപത്താൽ മധുരാ നഗരി ദേവി കണ്ണകി ദേവി ചുട്ടരിക്കുകയാണ്. ആ കോപത്താലാണ് ദേവി ഇവിടേക്ക് എത്തുന്നത്. ദേവിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അമ്മമാർ പൊങ്കാലയിട്ട് ദേവിയെ സ്വീകരിച്ചു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ആ ഒരു ചൈതന്യം, കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം തന്നെയാണ് ആറ്റുകാലമ്മയ്ക്ക് ഉള്ളത്. ചതുർബാഹുവായ ദേവി വേതാളപ്പുറത്താണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവിയുടെ കയ്യിൽ തൃശൂലം, അതോടൊപ്പം തന്നെ വലകം, അസി, കാളം ഇതൊക്കെ ഏന്തിക്കൊണ്ട് ഒരു സമാധാന രൂപിണിയായി വേതാളപ്പുറത്ത് ചതുർബാഹുവായിട്ടാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ മുല്ലവീട്ടിൽ കാരണവർക്ക് ബാലികാ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ഐതിഹ്യം കൂടി ഉണ്ട്. അന്ന് കിള്ളിയാറ് കടക്കാൻ വേണ്ടി സഹായിക്കണം എന്നുള്ളത് ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ട് ആ പരമസ്വാത്വികനായിട്ടുള്ള മുല്ലവീട്ടിൽ കാരണവരോട് അപേക്ഷിക്കുകയായിരുന്നു. ദേവി ആ കിള്ളിയാറ് കടക്കാൻ വേണ്ടി ആ ബാലികയെ കാരണവർ സഹായിക്കുന്നു. പിന്നീട് വീട്ടിലെത്തി പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഭക്ഷണം നൽകാൻ വേണ്ടി നോക്കുമ്പോഴാണ് ബാലിക അപ്രത്യക്ഷമായത് കണ്ടത്. പിന്നീട് സ്വപ്നത്തിലാണ് ആ പരമസാത്വികൻ ഇത്തരത്തിലൊരു അരുളിപ്പുണ്ടാകുന്നത്. തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആദിപരാശക്തിയാണ്.
ആറ്റുകാലമ്മയാണ്, ആദിപരാശക്തിയാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ കുടിയിരുത്തുകയാണെങ്കിൽ നാൾക്കുനാൾ നാടിന് അഭിവൃദ്ധി ഉണ്ടാകും എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ആ ഒരു അരുളിപ്പ് ഉണ്ടാകുന്നു. തൊട്ട് പിറ്റേ ദിവസം അദ്ദേഹം എത്തിയ സ്ഥലത്ത് ശൂലം കൊണ്ട് 3 അടയാളം ഉണ്ടാകുന്നു. അവിടെ ക്ഷേത്രം പണിയുന്നു. അന്നൊരു ചെറിയ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. ബാലികാ രൂപത്തിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത്. ബാലികയാണ് ദേവി എങ്കിൽ പോലും എപ്പോഴും ആറ്റുകാലമ്മ എന്ന് തന്നെയാണ് പ്രായമായവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ആറ്റുകാലമ്മ തിരുവനന്തപുരത്തുകാർക്ക് വളരെ ഭക്തിപൂർവ്വം ആറ്റുകാലമ്മച്ചി എന്നും പറയാറുണ്ട്. അതിനുശേഷം പിന്നീട് ആണ് ക്ഷേത്രം വലിയ രീതിയിൽ പണിത് തീർത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചതുർബാഹുവായ ദേവിയെ ഇത്തരത്തിൽ തൃശൂലവും പള്ളിവാളും അസിയും ഫലകവും ഒക്കെ ഏന്തി വേതാളപ്പുറത്തിരിക്കുന്ന ദേവിയെ പിന്നീട് പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് ഓരോ വർഷം കഴിയും തോറും ഇത്തരത്തിൽ ഭക്തലക്ഷങ്ങൾ അമ്മയ്ക്ക് മുന്നിലേക്ക് എത്തി പൊങ്കാല അർപ്പിക്കുകയാണ്. പിന്നീട് പല ഐതിഹ്യവും പറയുന്നുണ്ട്. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു പുലർച്ചെ കുറെ സ്ത്രീകൾ ഒരു ആറ്റിലേക്ക് എത്തുന്ന വേളയിൽ ആ ആറ്റിലെത്തിയ സമയത്ത് ഒരു സ്ത്രീ വളരെ അവശയായി കിള്ളിയാറിന്റെ തീരത്തിരിക്കുന്നത് കണ്ടു. രാവിലെ ജോലിക്കും മറ്റും ഇറങ്ങിയ സ്ത്രീകളാണ്. അവർ ഈ അവശയായ സ്ത്രീക്ക് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അരി ഒരു മൺകലത്തിലേക്ക് ഇട്ട് ഉണ്ടായിരുന്ന ശർക്കരയൊക്കെ ഇട്ട് അവരുടെ ആ ഒരു ക്ഷീണം കണ്ട് അവർക്ക് ആ ഒരു പാകം ചെയ്ത പൊങ്കാല തയ്യാറാക്കി കൊടുത്തു. ആ ഒരു സമയത്ത് ആ സ്ത്രീ കിള്ളിയാറിന്റെ തീരത്തിരുന്ന ക്ഷീണതയാണ്, അതോടൊപ്പം തന്നെ ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ കാല് ആറ്റുന്നതിന് വേണ്ടി, അതായത് കാല് തണുപ്പിക്കുന്നതിന് വേണ്ടി കിള്ളിയാറിലേക്ക് ഇട്ടാണ് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നത്. അത് കണ്ണകി ദേവിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റുകാലിൽ ആറിൽ കാല് ആറ്റുന്നത് കൊണ്ട് തന്നെയാണ് ആറ്റുകാൽ എന്ന പേര് വന്നത്. അത്തരത്തിലും ഒരു ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണകി ദേവിയുടെ ചരിതവും പറയുന്നുണ്ട്. മുല്ലവീട്ടിൽക്കാരനവരുടെ കഥയും പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല ഐതിഹ്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. കോപാകുലയായി എത്തിയ ദേവിയെ, ആ ഒരു മധുരാ നഗരി ചുട്ടരിച്ചു വന്ന ദേവിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പൊങ്കാല അർപ്പിച്ച് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ദേവിയെ സ്വീകരിക്കുന്ന സമയത്ത് വിളക്കുകെട്ട്, ഇതൊക്കെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതായത് ദേവിയെ സമാധാനത്തോടു കൂടി ഇരുത്തുന്നതിനാൽ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അങ്ങനെ സാധാരണ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ വിവാഹം അങ്ങനെ നടത്താറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. കാരണം ദേവി ആദിപരാശക്തിയാണ്. ഭദ്രകാളി ആണെങ്കിൽ കൂടി ദേവി സമാധാന രൂപിണിയാണ്, അന്നപൂർണേശ്വരിയാണ്, മഹാലക്ഷ്മിയാണ്, സരസ്വതിയാണ്. ഈ രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഇത്തരത്തിൽ കുത്തിയോട്ട വ്രതവും താലപ്പൊലിയും ഒക്കെ. കുത്തിയോട്ട ബാലന്മാരിവിടെ ഇപ്പോഴും വ്രതം നോറ്റ് നിൽക്കുന്നുണ്ട്. ഇത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ്. അതായത് ഈ ഒരു ദേവിയുടെ ഭടന്മാരാണ് ഈ ബാലന്മാർ എന്നുള്ളതാണ് ഒരു വിശ്വാസം. 10 മുതൽ 12 വയസ്സ് വരെയുള്ള ബാലന്മാരെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയതിന്റെ 2 ദിവസത്തിന് ശേഷം ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം മുതൽ ദേവീദാസന്മാരായി ആ ബാലന്മാർ ഈ ക്ഷേത്രത്തിൽ തന്നെ തുടരും. അവർ ഇന്നിപ്പോൾ ഈ പൊങ്കാല ഉത്സവത്തിനൊക്കെ പൊങ്കാലയൊക്കെ നിവേദിച്ചതിന് ശേഷം പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ബാലന്മാർക്ക് ചൂരൽ കുത്ത് ചടങ്ങ് നടത്തുക. ഈ ഒരു ദേവി യുദ്ധത്തിന് പോകുന്ന സമയത്ത് മുറിവേറ്റ ദേവിയുടെ ഭടന്മാരാണ് ഈ ഒരു ഈ ഒരു ദാസന്മാർ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. 7:30 ബാലന്മാർക്കുള്ള ചൂരൽ കുത്ത് ചടങ്ങ് നടക്കുക. അതോടൊപ്പം തന്നെ ഈ പെൺകുഞ്ഞുങ്ങളെ, ചെറിയ പെൺകുട്ടികളെ ഒരുക്കി താലപ്പൊലിയും ഏന്തി നിൽക്കും. നമുക്ക് ഈ ക്ഷേത്ര പരിസരത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു ബാലികമാരൊക്കെ കിരീടമൊക്കെ കൂടി ഒരുങ്ങി കയ്യിൽ ദീപവും അതോടൊപ്പം തന്നെ അത് വളരെ മനോഹരമായി കുഞ്ഞുങ്ങളെ അലങ്കരിച്ച് കൊണ്ടുപോകുന്നത് കാണാം. ഭാവി ജീവിതത്തിനും അവരുടെ ഒരു നല്ല ഭാവിക്കൊക്കെ വേണ്ടി ഈ ഒരു താലപ്പൊലി എടുക്കുന്നത് വളരെ ഐശ്വര്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ചടങ്ങുകൾ, വിളക്കുകെട്ട്, കുത്തിയോട്ടം, അതോടൊപ്പം തന്നെ പല തരത്തിൽ പല ചടങ്ങുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചടങ്ങുകളും ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഏതായാലും ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഒക്കെ. അമ്മമാരുടെ തിരക്ക്. തീർച്ചയായും രശ്മി, ഭക്ത ലക്ഷങ്ങൾ വ്രതനൂറ്റ് കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണം രാവിലെ 10:30 ആരംഭിക്കുക. പൊങ്കാലയ്ക്കായി തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും സജ്ജമായി കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് തലസ്ഥാനത്ത് 2 ദിവസങ്ങൾക്ക് മുൻപ് മുതലേ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. തമ്പാനൂരിൽ മിഥുൻ മുരളി തുടരുകയാണ്. ഇന്ന് രാവിലെ 10 ശുദ്ധ പുണ്യാഹത്തിന് ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക. രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പാണ്ഡ്യരാജാവിൻ്റെ വധം കഴിയുന്ന ഭാഗം അത് ദേവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്ട വഴിപാടായ തോറ്റം പാട്ട് സമർപ്പണം
ഈ ഭാഗം തോറ്റംപാട്ടുകാർ പാടിത്തീരുന്നതോടെയാണ് 10:30 പൊങ്കാലയ്ക്ക് തുടക്കമാവുക. ആ സമയത്താണ് തീർത്തും യാഗശാലയാവുക അനന്തപുരി. മിഥുൻ, ഈ തമ്പാനൂരാണ് ഒരുപക്ഷെ മറ്റ് ദേശങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി വന്നിരിക്കുന്നത്. കാരണം തിരികെ പോകാനും വന്നിറങ്ങാനും ഒക്കെയുള്ള സൗകര്യം കൂടി കണക്കിലെടുത്ത് തമ്പാനൂർ ഒരുപക്ഷെ അന്യദേശക്കാരുടെ ഇഷ്ട സ്ഥലമായിരിക്കും പൊങ്കാല സമർപ്പണത്തിന്. മിഥുൻ നേരത്തെ നമുക്ക് തത്സമയ വിവരണം തന്നപ്പോൾ അവിടെ നിന്ന ഭക്തർ നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഒരുപക്ഷെ പ്രതികരിച്ച എല്ലാവരും വടക്കേ കേരളത്തിൽ നിന്നുള്ളവരാണ്. കൂടുതലും മധ്യ കേരളത്തിൽ നിന്നുള്ളവരെയും നമ്മളവിടെ കണ്ടുമുട്ടിയിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ഈ നിവേദ്യത്തിന് ശേഷം അവിടെ നിന്നാണ് കൂടുതലും ബസ്സുകളും ട്രെയിൻ സർവീസും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തിരികെ പോകാൻ കൂടി എളുപ്പത്തിന് അവിടേക്ക് എത്തുന്ന അന്യദേശക്കാർ അവരുടെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഇപ്പോൾ പൊങ്കാലയ്ക്കായി കാത്തിരിക്കുകയാണല്ലേ? തീർച്ചയായും ഒരു ആറ്റുകാൽ ദേവിയുടെ മഹാത്മ്യം, ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹാശിസുകൾക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വന്നെത്തുന്നുണ്ട്. അവരെല്ലാം കൂടുതലായിട്ടും തമ്പടിക്കുന്നത് ഈ തമ്പാനൂർ പരിസര പ്രദേശങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ഭക്തജനങ്ങളെയാണ് കുറച്ചു മുമ്പേ പ്രതികരണം എടുത്തപ്പോഴൊക്കെ കണ്ടത്. മലബാർ മേഖലയിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വന്ന ഭക്തജനങ്ങളെ കാണാം. അവർ തയ്യാറായി കഴിഞ്ഞു, പൊങ്കാല നൈവേദ്യം അർപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി 10:30 പണ്ടാരടുപ്പിൽ വിളക്ക് തിരിതെളിയിക്കുന്ന ആ ശുഭമുഹൂർത്തത്തിന് വേണ്ടി, ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവരെല്ലാം തുടരുന്നത്. ദിവസങ്ങൾക്ക് മുൻപേയുള്ള കാത്തിരിപ്പാണ് ഇവരുടെ എല്ലാം. 3-4 ദിവസങ്ങൾക്ക് മുൻപേ എത്തിയ ഭക്തജനങ്ങളാണ് ഇവരെല്ലാം. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. ഇന്നലെ രാവിലെയോടുകൂടി ഇവിടെ എത്തി കൃത്യമായിട്ട് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള സ്ഥാനം പിടിച്ച ഭക്തജനങ്ങളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഇന്നലെ രാവിലെ ഇവിടെ എത്തി സ്ഥാനം പിടിച്ച് തിരികെ അവർ താമസിക്കുന്ന മുറികളിലേക്ക് പോയി ദേവിയെ തൊഴുത് സായുജ്യമടഞ്ഞ് വീണ്ടും ഇവിടേക്ക് എത്തി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. കൊച്ചു കുട്ടികളടക്കമുള്ള ഭക്തജനങ്ങളുണ്ട്, കൊച്ചുകുട്ടികളടക്കമുള്ള ഭക്തജനങ്ങളുണ്ട്, വലിയമാരുണ്ട്, സഹോദരിമാരുണ്ട്. അങ്ങനെ മുഴുവൻ സ്ത്രീ ഭക്തജനങ്ങളുടെയും ഒരു ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു വർണ്ണനീയമായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു പൂർത്തീകരണം, ഭക്തജനങ്ങളുടെ സ്ത്രീ ഭക്തജനങ്ങളുടെ ഒരു പൂർത്തീകരണ, ആഗ്രഹ സഫലീകരണത്തിന്റെയൊക്കെ ഒരു പൂർത്തീകരണ നിമിഷമായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ തയ്യാറെടുക്കുന്ന ഭക്തജനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എവിടുന്നാണ് വരുന്നത്? കോട്ടയം. സ്ഥിരമായിട്ട് വരാറുണ്ടോ പൊങ്കാല അർപ്പിക്കാൻ? ആദ്യമായിട്ടാ. ദേവിയെ കണ്ടോ? തൊഴുതോ? തൊഴാൻ പോയില്ല. നേരെ ഇന്ന് വന്നിറങ്ങുമായിരുന്നു ഇങ്ങോട്ടേക്ക്? ഇന്നലെ വന്ന തൃശ്ശൂര്. എത്ര ദിവസം മുമ്പ് എത്തി? ഇന്നലെ രാവിലെ എത്തി. സ്ഥിരമായിട്ട് പൊങ്കാല അർപ്പിക്കാൻ വരാറുണ്ടോ? അതോ 2 വർഷമായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് നേരത്തെ വന്നിറങ്ങി ദേവിയെ കണ്ടോ? തൊഴുതോ? അതോ ദേവിനെ തൊഴാൻ പോയി. ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. കൊല്ലം. രാവിലെയാണ് എത്തിയത്? ഇന്ന് വെളുപ്പിന്. കൊല്ലം. സ്ഥിരമായിട്ട് പൊങ്കാല അർപ്പിക്കുന്ന വർഷമായി? 12 വർഷം കൊണ്ട് ഇടുന്നു. 20 വർഷം. എവിടുന്നാണ് അമ്മ വരുന്നത്? ശക്തികുളങ്ങര. കൊല്ലംകാരാണ്. ഇവിടെ ഈ ഭാഗത്തുള്ളവരെല്ലാം കൊല്ലംകാരാന്ന് തോന്നുന്നല്ലോ. കൊച്ചിക്കാരുണ്ട്. രാവിലെ ഇല്ല, ഇന്നലെ വന്നോടൊക്കെ അർപ്പിക്കാം. എത്ര വർഷമായി? ഒരു 10 വർഷത്തിൽ കൂടുതലായി. കൊല്ലാണോ? 10 വർഷത്തിന് മുമ്പൊക്കെ എടുക്കാൻ തുടങ്ങിയതാ. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. തൊഴുതായിരുന്നോ? തൊഴുത് ഇന്നലെ എത്തി. ഇന്നലെ എത്ര സമയം ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചു? അടുപ്പ് കൂട്ടുന്നു? അടുപ്പ് ഞങ്ങള് കൊല്ലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ പോയത് 2 മണിയായി തിരിച്ചു വന്നപ്പോ. ഇന്ന് പുലർച്ചെ? പുലർച്ചെ 2 മണിയായി. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൊല്ലം ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകളൊക്കെ ഇവിടെ സ്ഥാനം പിടിച്ച് അടുപ്പുകല്ലുകളൊക്കെ പൂട്ടി അതിനുശേഷം വീണ്ടും ക്ഷേത്രത്തിൽ പോയി ദേവിയെ തൊഴുത് പുലർച്ചെ 2 മണിക്ക് ഇവിടെ വന്ന് കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കണ്ടത്. ആഗ്രഹ സഫലീകരണത്തിന്റെ, ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിന്റെ, അതിന് ദേവി നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒക്കെ ഒരുപാട് സാക്ഷ്യങ്ങളുള്ള ഭക്തജനങ്ങളാണ്. വർഷങ്ങളായിട്ട് പൊങ്കാല അർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം നേടുന്ന ഭക്തജനങ്ങളാണ്. കഴിഞ്ഞ വർഷം അവർ നേർന്നിരുന്ന ആഗ്രഹ സഫലീകരണത്തിന്റെ പൂർത്തീകരണം ഉണ്ടായപ്പോൾ അതിന്റെ ഒരു നന്ദി സൂചകമായിട്ട് പൊങ്കാല അർപ്പിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. ഈ വർഷത്തെ
അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പൊങ്കാല അർപ്പിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവർക്കെല്ലാം ഇനിയും പറയാനുണ്ടാകുക, അടുത്ത കൊല്ലവും പറയാനുണ്ടാകുക, ദേവി തങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാക്കി തന്നു, ഉദ്ദിഷ്ട കാര്യം നടത്തി തന്നു. അതുകൊണ്ട് പൊങ്കാല തുടരും, പൊങ്കാല നൈവേദ്യം, ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല നൈവേദ്യം തുടരും, ഇനി ജീവിതകാലം മുഴുവൻ തങ്ങൾ തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അവർക്ക് പറയാനുള്ളത്.